ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പം അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് എനിക്കൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് വെച്ചിട്ടൊരു കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കടച്ചക്ക കറി. നമുക്ക് കറിയുടെയൊക്കെ അതേ ടേസ്റ്റിൽ നമുക്ക് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നിന്നൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞ ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അത് വേവിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കറിവേപ്പില, 2-3 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ചൊരു 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഇത്രയൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. കൂടാതെ ഞാനൊന്ന് കടിക്കാൻ, ഒരു ഇറച്ചിക്കറിയൊക്കെ കൂട്ടുന്ന പോലെ ഒരു കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറി കഴിക്കുമ്പം ഒരു കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ, പിന്നെ മസാലക്കൂട്ടിനായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പെരിഞ്ചീരകം, കുരുമുളക്, അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും 2-3 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എൻ്റെ കടച്ചക്ക ഞാൻ വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വേഗം വെന്ത് കിട്ടും കടച്ചക്ക. അപ്പം തേങ്ങയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മസാലക്കൂട്ടുകൾ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലക്കൂട്ടുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ എക്സ്ട്രാ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. 1.5 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് എന്നിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ മസാലക്കൂട്ട് ഒന്ന് തണുത്ത്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക് കളർ നമുക്ക് കിട്ടിയല്ല, ഒരു കളർ മാറ്റം വരും. അതുകൊണ്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അധികം ചാറിലൊന്നും അല്ലേ വെക്കുന്നത്, കുറച്ച് കുറുകിയിട്ടാണ് വെക്കുന്നത്, ഒരുപാട് ഒരു കറിയായിട്ടല്ല വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പറ്റിയ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഉപ്പ് കുറച്ചുകൂടെ ഇട്ടൊന്ന് ഉപ്പ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വറ്റിച്ച് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും അതൊക്കെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് കറി റെഡിയായി. കടച്ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കടച്ചക്ക ഒരു സൈഡിൽ നമുക്ക് അടുപ്പത്ത് വെക്കുമ്പം തന്നെ ഇപ്പുറത്ത് അതിൻ്റെ അരപ്പിനുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക് യു.